ഹലോ മക്കളെ, നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റാർട്ട് ചെയ്തു. ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയി. നമ്മൾ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി വെറുതെ ഇങ്ങനെ പഠിപ്പിച്ചു പോയിട്ട് കാര്യമില്ല. ആ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യണം. നമുക്ക് ആവശ്യം ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി എന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ആൻ എലമെൻ്ററി റിയാക്ഷൻ A plus 2B gives 2C plus D. If the concentration of A is increased to 4 times and B is increased to half of its initial concentration, then the rate becomes, അതായത് ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. A plus B gives 2C plus D. A plus 2B gives 2C plus D. ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് എയുടെ കോൺസെൻട്രേഷൻ 4 ടൈംസ് ഇൻക്രീസ് ചെയ്യിക്കുന്നു, ബിയുടെ കോൺസെൻട്രേഷൻ പകുതിയാക്കി കുറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ റേറ്റിന് എന്ത് സംഭവിക്കും? നമ്മൾ റേറ്റ് ലോ പഠിച്ചു. റേറ്റ് ലോ അനുസരിച്ച് ലോ ഓഫ് മാസ് ആക്ഷൻ പഠിച്ചു. ലോ ഓഫ് മാസ് ആക്ഷൻ അനുസരിച്ച് റേറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ റേറ്റ് പ്രൊപ്പോർഷണൽ ആണ് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസിന്. ഇവിടുത്തെ റിയാക്ടൻസ് ആരൊക്കെയാ? എയും ബിയുമാണ്. എന്നിട്ട് പറഞ്ഞു അവർക്ക് പവറുണ്ട്. ആ പവറ് സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ പവർ 1 ആണ്. എയുടെ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് 1 ആണ്. അതുകൊണ്ട് എയുടെ പവർ 1 ആണ്. ബിയുടെ സ്റ്റോഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് 2 ആണ്. സോ ഇറ്റ്സ് പവർ എന്താണ്? 2 ആണ്. ഇനി ക്വസ്റ്റ്യൻ്റെ ബാലൻസ് നോക്കുക. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് 4 ടൈംസ്, അതായത് എയുടെ കോൺസെൻട്രേഷൻ നമ്മൾ 4 ഇരട്ടിയാക്കുന്നു, ദാറ്റ് ഈസ് 4A ആക്കി മാറ്റുന്നു. എയുടെ കോൺസെൻട്രേഷൻ ഓഫ് എ എന്താക്കി മാറ്റുന്നു? 4A ആക്കി മാറ്റുന്നു. ബിയുടെ കോൺസെൻട്രേഷൻ നേരെ പകുതിയാക്കുന്നു. ബിയുടെ കോൺസെൻട്രേഷൻ B/2 ആക്കി മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ റേറ്റ് എത്രയാകും? ഇവിടെ എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ഒരു മാറ്റം കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ എന്തായിട്ട് മാറി? 4A ആയിട്ട് മാറി. കോൺസെൻട്രേഷൻ ഓഫ് 4A. ബി എന്തായിട്ട് മാറി? B/2 ആയിട്ട് മാറി. കോൺസെൻട്രേഷൻ ഓഫ് B/2. ഇതിൻ്റെ പവർ സ്ക്വയർ തന്നെ 2 തന്നെ. ഈ കോൺസെൻട്രേഷൻ ഓഫ് എക്ക് പകരം 4A എന്ന് കൊടുത്തു. കോൺസെൻട്രേഷൻ ഓഫ് ബിക്ക് പകരം B/2 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ റേറ്റ് പ്രൊപ്പോർഷണൽ ടു, ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന 4നെ ഇങ്ങ് പുറത്തെടുത്തേ. 4 കോൺസെൻട്രേഷൻ ഓഫ് എ B/2. 2ൻ്റെ സ്ക്വയർ എത്രയാ? 4 ആണ്. അങ്ങനെയാണെങ്കിൽ 1/4 എന്ന് വരത്തില്ലേ? ആ 1/4നെ ഇങ്ങ് പുറത്തെടുത്താൽ ഡിവൈഡഡ് ബൈ 4 കോൺസെൻട്രേഷൻ ഓഫ് ബിയുടെ സ്ക്വയർ എന്നല്ലേ വരുന്നേ. ആ നമ്പേഴ്സിനെ ഇങ്ങ് പുറത്തെടുക്കുക. ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന നമ്പേഴ്സിനെ ഇങ്ങ് പുറത്തെടുത്തു. അത്ര മാത്രമേ ചെയ്തുള്ളൂ. ഇവിടെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന നമ്പർ 4 അതിങ്ങ് നേരെ വെളിയിലെടുത്തു. ഇവിടെ ബിയുടെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ എത്രയാ? 4 ആ 4 ഡിനോമിനേറ്ററിലാണ്. ദാറ്റ് ഈസ് ആ 1/4നെ ഇങ്ങ് വെളിയിലെടുത്തു. നോർമലി ഇവിടെ ഒരു 4 ഉണ്ട്. ഈ 1/4 കൂടെ പുറത്ത് വന്നപ്പോൾ 4/4 എന്ന് വന്നു. ബാക്കി കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബിയുടെ സ്ക്വയർ എന്ന് വന്നു. 4 ക്യാൻസൽ ആകും. റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബിയുടെ സ്ക്വയർ. ഇതല്ലേ നമുക്ക് കിട്ടിയ ഇക്വേഷൻ? നേരത്തെ ഒന്നും ചെയ്യാത്തപ്പോൾ റേറ്റിൻ്റെ ഇക്വേഷൻ റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ ആയിരുന്നേ. ഇപ്പോൾ എയുടെ കോൺസെൻട്രേഷൻ 4 ഇരട്ടിയാക്കി, ബിയുടെ കോൺസെൻട്രേഷൻ പകുതിയാക്കി. അപ്പോഴും റേറ്റ് എന്ത് തന്നെയാണ്? റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയറാണ്. രണ്ടിടത്തും റേറ്റ് സെയിം അല്ലേ? ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ റേറ്റിന് വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. റേറ്റ് അൺചേഞ്ച്ഡ് ആണ്. ഓപ്ഷൻ നോക്കാം. റേറ്റ് ഇരട്ടിയായി, പകുതിയായി, അൺചേഞ്ച്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? അൺചേഞ്ച്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റോൾ ഓഫ് കാറ്റലിസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കാറ്റലിസ്റ്റിൻ്റെ റോൾ എന്താണ്? ടു ഹെൽപ്പ് അറ്റൈൻ ഇക്വിലിബ്രിയം ഇൻ എ ഷോർട്ടർ ടൈം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇക്വിലിബ്രിയത്തിലെത്താൻ സഹായിക്കുന്നു കാറ്റലിസ്റ്റ്. അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. കണ്ണും അടച്ചുകൊണ്ട് കയറി അങ്ങ് വരച്ച് വെക്കരുത്.
1 എന്നും പറഞ്ഞുകൊണ്ട് കറപ്പിച്ച് വെക്കരുത്, വെയിറ്റ് ചെയ്യുക. ദാ 4ാമത്തെ ഓപ്ഷൻ നോക്കിയേ, ബോത്ത് 1 and 2 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഓൾ ദ എബോ എന്നോ ഒന്നിൽ കൂടുതൽ ഓപ്ഷനും ഉണ്ടെങ്കിൽ ഒരെണ്ണം കാണുമ്പോഴേ കറപ്പിക്കരുത്. 4 ഓപ്ഷനും വായിച്ച് നോക്കണം. 4 ഓപ്ഷനും വായിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബബിൾ ചെയ്യാൻ ആൻസർ ഷീറ്റിലോട്ട് പോകാവൂ. അല്ലാതെ നമുക്ക് ആദ്യമേ കിട്ടിയ ഓക്കെ എ ആണ്, കറപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇത് കാണുന്നത്. അപ്പോഴേക്കും നമ്മുടെ മാർക്ക് അവിടെ അങ്ങ് പോകും, നെഗറ്റീവ് ആകും. ഓക്കെ, അപ്പം ഇത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, അവിടെ കിടക്കട്ടെ. അടുത്ത ടു ലോവർ ദ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നു. ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്റ്റൻറ്റുകൾ തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്ത് ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഉണ്ടാകുന്നു. ആ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സിൻ്റെ എനർജിയെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. അത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. എന്നാൽ ഒരു കാറ്റലിസ്റ്റ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ദ ആക്ടിവേഷൻ എനർജി ഇവിടെ എത്തിയിട്ട് പെട്ടെന്ന് എന്തായിട്ട് മാറുകയാണ്? പ്രോഡക്റ്റ് ആയിട്ട് മാറുക. ശരിക്കും ഒരു കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നത് എങ്ങനെയാണ്? ആക്ടിവേഷൻ എനർജി കുറച്ചിട്ടാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് അല്ലേ? ടു ലോവർ ദ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി എന്ത് ചെയ്യുകയാണ്? കുറയ്ക്കുകയാണ്. ടു ലോവർ ദ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നു. അപ്പോൾ 2ാമത്തെ ഓപ്ഷനും കറക്റ്റ് അല്ലേ? അപ്പോൾ 1ഉം 2ഉം കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ 4ലേക്ക് പോകാം. ആൻസർ ഈസ് ബോത്ത് 1 and 2. വേണമെങ്കിൽ അടുത്ത് നോക്കിക്കോ. ടു ഷിഫ്റ്റ് ദ ഇക്വിലിബ്രിയം ഇൻ സച്ച് എ വേ ആസ് ടു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. അതായത് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുകയാണ്. അങ്ങനെയല്ല, കാറ്റലിസ്റ്റ് ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേഡ് റിയാക്ഷൻ്റെയും സ്പീഡ് ഒരുപോലെ കൂട്ടുന്നത്, ഫോർവേഡ് റിയാക്ഷനെ മാത്രമല്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആണ്. നെക്സ്റ്റ്, എക്സ് റിവേഴ്സിബിളി ഗിവ്സ് വൈ. റിയാക്ഷൻ ഈസ് സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം വെൻ. എക്സ് വൈ ആയിട്ട് മാറുന്ന റിയാക്ഷൻ, എക്സ് വൈ ആയിട്ട് മാറുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ വൈ എക്സ് ആയിട്ട് മാറുന്നു. ഇത് എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്? എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്? ആദ്യം എക്സ് വൈ ആയിട്ട് മാത്രം മാറുക, കുറച്ച് കഴിയുമ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് വൈ മാത്രം എക്സ് ആയിട്ട് മാറുക. എപ്പോഴാണ് നമ്മളിതിനെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? ഏതോ ഒരു സമയം എത്തുമ്പോൾ എക്സ് വൈ ആകുന്നതിൻ്റെയും വൈ തിരിച്ച് എക്സ് ആകുന്നതിൻ്റെയും റേറ്റ് സ്പീഡ് ഒരുപോലെയാകും അല്ലേ? ഓപ്ഷൻ ഫസ്റ്റ് നോക്കിയേ. ഓൺലി 10% കൺവേർഷൻ ഓഫ് എക്സ് ടു വൈ ടേക്സ് പ്ലേസ്. അതായത് 100% എക്സ് ഉണ്ടെങ്കിൽ 10 അതിൽ നിന്ന് പോകുന്നു. അതിനെ ഇക്വിലിബ്രിയം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 10 അവിടെ നിന്ന് പോകാന്ന് പറഞ്ഞാൽ 10 ഉണ്ടാവുന്നുള്ളൂ. ദാറ്റ് മീൻസ് ബാക്കി 90 എക്സും അവിടെ കിടക്കുക. അപ്പം അങ്ങനെയല്ല. ദെൻ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് എക്സ് ടു വൈ ടേക്സ് പ്ലേസ്. ഉള്ള എക്സ് മൊത്തം അങ്ങ് തീർന്നു പോയി. അങ്ങനെയാണോ? അല്ല. എക്സ് എത്ര വൈ ആകുന്നു അത്രയും തന്നെ വൈ തിരിച്ച് എക്സ് ആയിട്ട് മാറണം. കൺവേർഷൻ ഓഫ് എക്സ് ടു വൈ ഈസ് ഓൺലി 50% കംപ്ലീറ്റ്. എക്സ് വൈ ആകുന്നത് പകുതി മാത്രമേ നടക്കുന്നുള്ളൂ. അതിനെയാണോ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? പിന്നെ എന്തോടെ വെച്ചൊക്കെ സ്റ്റോപ്പ് ആവുകയാണോ? അല്ല. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് ടു വൈ ഈസ് ജസ്റ്റ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ ടു എക്സ് ഇൻ എ സിസ്റ്റം. അതായത് എക്സ് വൈ ആയിട്ട് മാറുന്നതിൻ്റെ സ്പീഡും വൈ തിരിച്ച് എക്സ് ആയിട്ട് മാറുന്നതിൻ്റെ സ്പീഡും ഒരുപോലെ ആകുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇക്വിലിബ്രിയം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഇൻ ദ കെമിക്കൽ റിയാക്ഷൻ N2 plus 3H2 reversibly gives 2NH3 at equilibrium. State whether. ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അമോണിയ ഗ്യാസ് ഉണ്ടായിരിക്കുന്നു. സ്റ്റേറ്റ് വെദർ ഈക്വൽ വോളിയം ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആർ റിയാക്ടിങ്. ഈക്വൽ വോളിയം. സ്റ്റേറ്റ് വെദർ അറ്റ് ഇക്വിലിബ്രിയത്തിലുള്ള കണ്ടീഷനാണ് പറഞ്ഞേക്കുന്നത്. ഈക്വൽ വോളിയം ഓഫ് നൈട്രജനും ഹൈഡ്രജനും ആണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ആണോ? അല്ല. 1 മോൾ നൈട്രജൻ, ദാറ്റ് ഈസ് 22.4 ലിറ്റർ നൈട്രജൻ 3 മോൾ ഹൈഡ്രജനുമായിട്ട്, ദാറ്റ് ഈസ് 3 × 22.4 ലിറ്റർ ഹൈഡ്രജനുമായിട്ടാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഈക്വൽ വോളിയം ആണോ? അല്ല. ഈക്വൽ മാസസ് ഓഫ് N2 ആൻഡ് ഹൈഡ്രജൻ ആർ റിയാക്ടിങ്. ഒരേ മാസ് നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്തിരിക്കുന്നത്. ആണോ? അല്ല. 1 മോൾ നൈട്രജൻ്റെ മാസ് എന്ന് പറയുമ്പോൾ മോളിക്കുലാർ മാസിന് തുല്യം 28 ഗ്രാം നൈട്രജനാണ്. 3 മോൾ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രജൻ മോളിൻ്റെ മോളിക്കുലാർ മാസ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ 6 ഗ്രാം ഹൈഡ്രജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. മാസ് സെയിം ആണോ? അല്ല. ദ റിയാക്ഷൻ ഹാസ് സ്റ്റോപ്പ്ഡ്.
ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന സമയത്ത് റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനൊരു കാര്യം. റിയാക്ഷൻ സ്റ്റോപ്പായെന്ന് നമുക്ക് തോന്നും, സ്റ്റാറ്റിക് അല്ല, പക്ഷേ ഡൈനാമിക്കാണ് അല്ലേ. ലാസ്റ്റ് നോക്കിയേ, ദ സെയിം എമൗണ്ട് ഓഫ് അമോണിയ ഈസ് ഫോംഡ് ആസ് ഇറ്റ് ഡീകമ്പോസ്ഡ് ഇൻ ടു നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. അമോണിയ ഉണ്ടാകുന്ന എത്ര അമോണിയ ഉണ്ടാകുന്നോ അത്രയും തന്നെ അമോണിയ എന്തായിട്ട് മാറും, നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറും. ദാറ്റ് മീൻസ് ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് തന്നെയാണ് ഡീകമ്പോസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ എമൗണ്ടും. അതിനെയല്ലേ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ്, ആക്റ്റീവ് മാസ് ഓഫ് 5 gram കാൽസ്യം ഓക്സൈഡ്. 5 gram കാൽസ്യം ഓക്സൈഡിൻ്റെ ആക്റ്റീവ് മാസ് എത്രയാണ്? ആക്റ്റീവ് മാസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ആക്റ്റീവ് മാസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. അല്ല എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് 5 gram തന്നിട്ടുണ്ട്. കാൽസ്യം ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് നമുക്കറിയാം, വോളിയം നമ്മൾ 1 ലിറ്റർ ആയിട്ട് എടുക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്, ആലോചിക്കുക. തന്നിരിക്കുന്ന കാൽസ്യം ഓക്സൈഡ് ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്? കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും സോളിഡ് സ്റ്റേറ്റാണ്. കാൽസ്യം ഓക്സൈഡിൻ്റെ സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റാണ്. നമ്മൾ പറഞ്ഞു സോളിഡ് സ്റ്റേറ്റിൻ്റെയോ പ്യുവർ ലിക്വിഡ് ആയിരിക്കുന്ന സമയത്തോ ആക്റ്റീവ് മാസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് സോളിഡ് സ്റ്റേറ്റിലാണ്. ആക്റ്റീവ് മാസ് ഓഫ് സോളിഡ് എപ്പോഴും യൂണിറ്റി ആയിരിക്കും. ദാറ്റ് മീൻസ് 1 ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ആക്റ്റീവ് മാസ് ഓഫ് സിങ്ക് എത്രയാണ്? ആക്റ്റീവ് മാസ് ഓഫ് 10 gram ഓഫ് സിങ്ക് എത്രയാണ്? സിങ്കിൻ്റെ ആക്റ്റീവ് മാസ് എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. കാരണം സിങ്ക് മെറ്റലാണ്, അത് സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ 1 ആണ്. നെക്സ്റ്റ്, റേഷ്യോ ഓഫ് ആക്റ്റീവ് മാസസ് ഓഫ് 22 gram കാർബൺ ഡൈ ഓക്സൈഡ്, 3 gram ഹൈഡ്രജൻ ആൻഡ് 7 gram നൈട്രജൻ. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്, ഹൈഡ്രജൻ ഗ്യാസാണ്, നൈട്രജൻ ഗ്യാസാണ്. ഇന്നേ കേഷ്യസ് മിക്സ്ചർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആക്റ്റീവ് മാസുകൾ തമ്മിലുള്ള റേഷ്യോ, ആക്റ്റീവ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റീവ് സ്പീഷീസ് പെർ ലിറ്റർ അല്ലേ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്ന മാസിനെ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തന്നിരിക്കുന്ന മാസ് 22 ആണ്, ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 44 ആണ്. വോളിയം 1 ലിറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 22 ഡിവൈഡഡ് ബൈ 44 ഈസ് ടു ഹൈഡ്രജൻ എത്ര gram ആണ്? 3 gram ആണ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 ആണ്, മോളിക്കുലാർ മാസ് 2 ആണ്. 3 ഡിവൈഡഡ് ബൈ 2 ഈസ് ടു എത്ര ഗ്രാം നൈട്രജൻ ആണ്? 7 ഡിവൈഡഡ് ബൈ നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14, 2 നൈട്രജൻ ആകുമ്പോൾ 28 gram. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 1/2 ഈസ് ടു 3/2 ഈസ് ടു 1/4 എന്ന് വരും അല്ലേ. 1/2 ഈസ് ടു 3/2 ഈസ് ടു 1/4 റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രാക്ഷൻ ആയിട്ടല്ല ഇവിടെ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1:3:1/2 എന്ന് വരും അല്ലേ. അല്ല, 4 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തോ. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2:6:1 എന്ന് വരും അല്ലേ. അതായത് ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4/2, ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4ഉം 2ഉം കൂടെ ക്യാൻസലായി 2 വരും. 3 × 2 6 വന്നു. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/4 1 ആയിട്ട് മാറും. ഇനി 2:6:1 ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 2:6:1 ഇല്ല. ഇനി ഇതിനെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. ഇതിനെ ഏറ്റവും സിമ്പിളാക്കി നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/2 1:2. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3:2. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.5. ഇങ്ങനെ ഒരു റേഷ്യോ ഉണ്ടോ നോക്കിയേ. 1:3:0.5. 0.05 അല്ല 0.4. അതുകൊണ്ട് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ഷോസ് ഇഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് ഏതാണ് കാണിക്കുന്നതെന്നാണ്. ഇറ്റ് ഗീവ്സ് ന്യൂ റിയാക്ഷൻ പാത്ത് വിത്ത് ലോ ആക്ടിവേഷൻ എനർജി. അതായത് ഒരു കാറ്റലിസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത്, ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നു. ഇറ്റ് ഗീവ്സ് ന്യൂ റിയാക്ഷൻ പാത്ത് വിത്ത് ലോ ആക്ടിവേഷൻ എനർജി. ഇറ്റ് ഷിഫ്റ്റ്സ് ഇക്വിലിബ്രിയം റൈറ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് സൈഡിലേക്ക് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നു. ശരിയാണോ?
അല്ല, ഇക്വിലിബ്രിയത്തിന് ഷിഫ്റ്റ് വരത്തില്ല കാറ്റലിസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ്. അല്ല എങ്കിൽ ഫോർവേഡ് റിയാക്ഷനെയും ബാക്ക്വേഡ് റിയാക്ഷനെയും സ്പീഡ് ഒരുപോലെ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഒന്നും ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ അത് തെറ്റാണ്. ഇറ്റ് ഡിക്രീസസ് കൈനറ്റിക് എനർജി ഓഫ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സിൻ്റെ കൈനറ്റിക് എനർജി കുറയ്ക്കുന്നു, അങ്ങനെ ഒരു കാര്യമേ നമ്മൾ പറഞ്ഞിട്ടില്ല. ദെൻ ഇറ്റ് ഡിക്രീസ് റേറ്റ് ഓഫ് ബാക്ക്വേഡ് റിയാക്ഷൻ. ബാക്ക്വേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കുറയ്ക്കുന്നു, അങ്ങനെയാണോ? ബാക്ക്വേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കുറച്ചാൽ സ്വാഭാവികമായിട്ടും ആരുടെ സ്പീഡ് കുറയും? ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കുറയും. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ന്യൂ റിയാക്ഷൻ പാത്ത് വിത്ത് ലോ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറച്ച് പുതിയ പാത്ത് കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ചേഞ്ചസ് വിത്ത് ദ അഡീഷൻ ഓഫ് കാറ്റലിസ്റ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേനും മാറുന്നു. കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം മാറിയാലല്ലേ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് മാറത്തുള്ളൂ. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ആണ്. അടുത്ത കാറ്റലിസ്റ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. കാറ്റലിസ്റ്റ് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നു. എന്താ? ബാക്ക്വേഡിൻ്റെ പറ്റില്ലേ? ഫോർവേഡിൻ്റെ കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്ക്വേഡ് റിയാക്ഷൻ്റെയും സ്പീഡ് കൂട്ടും. അപ്പോൾ അതുമല്ല. ദ റേഷ്യോ ഓഫ് മിക്സ്ചർ അറ്റ് ഇക്വിലിബ്രിയം ഡസ് നോട്ട് ചേഞ്ച്ഡ് ബൈ കാറ്റലിസ്റ്റ്. അതായത് ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന മിക്സ്ചറിൻ്റെ റേഷ്യോയ്ക്ക് ഒരു എഫക്റ്റും വരത്തില്ല കാറ്റലിസ്റ്റ് ഇട്ടത് കൊണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് കാറ്റലിസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ് ഇക്വിലിബ്രിയം മിക്സ്ചറിന് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാറ്റലിസ്റ്റ് ആർ ആക്റ്റീവ് ഓൺലി ഇൻ സൊല്യൂഷൻ. സൊല്യൂഷൻ്റെ കേസിൽ മാത്രമേ കാറ്റലിസ്റ്റിന് ഫംഗ്ഷൻ ഉള്ളോ? അല്ല, ഒരുപാട് സോളിഡ് റിയാക്ഷനിൽ, അയണിൻ്റെ റിയാക്ഷനിൽ അല്ലെങ്കിൽ സോളിഡ് റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും സൊല്യൂഷനിൽ മാത്രമല്ല കാറ്റലിസ്റ്റിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? റേഷ്യോ ഓഫ് മിക്സ്ചർ അറ്റ് ഇക്വിലിബ്രിയം ഡസ് നോട്ട് ചേഞ്ച് ബൈ കാറ്റലിസ്റ്റ്. നെക്സ്റ്റ്, ഇൻ റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയം വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് വെൻ. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? എപ്പോഴാണ്? റിയാക്ടൻറ്റ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്റ്റ്. റിയാക്ടൻറ്റ് മൊത്തം പ്രോഡക്റ്റ് ആയാൽ മാത്രമാണോ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? അല്ല, പ്രോഡക്റ്റ് ഉണ്ടായി തുടങ്ങി പ്രോഡക്റ്റിൻ്റെയും റിയാക്ടൻറ്റിൻ്റെയും എമൗണ്ട് ഈക്വൽ ആകുകയാണ്. ഒരു പകുതി കഴിയുമ്പോൾ തൊട്ട് ഇക്വിലിബ്രിയത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യേണ്ട. നെക്സ്റ്റ്, റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ. അതാണ് കറക്റ്റ്. അതായത് ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേഡ് റിയാക്ഷൻ്റെയും സ്പീഡ് ഈക്വൽ ആയിരിക്കും. അടുത്ത, മിനിമം ഈൽഡ് ഓഫ് പ്രോഡക്റ്റ്. കുറച്ച് പ്രോഡക്റ്റേ കിട്ടത്തുള്ളൂ ഇക്വിലിബ്രിയത്തിൽ, അങ്ങനെയാണോ? അല്ല, പ്രോഡക്റ്റിൻ്റെയും റിയാക്ടൻറ്റിൻ്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും, ഈക്വൽ കോൺസെൻട്രേഷൻ ആയിരിക്കും. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല. എത്ര റിയാക്ട് ചെയ്യുന്നോ അത്ര തന്നെ പ്രോഡക്റ്റ് ഉണ്ടാവും, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് റിയാക്ഷൻ ഈക്വൽ ആണ്. നെക്സ്റ്റ്, ഇൻ എ കെമിക്കൽ ഇക്വിലിബ്രിയം the rate constant for the backward reaction is 7.5 into 10 raised to minus 4 and the equilibrium constant is 1.5. The rate constant for the forward reaction is, that okay? Rate constant for the backward reaction, rate constant for the backward reaction Kb ആണ് തന്നിരിക്കുന്നത്. എത്രയാ വാല്യൂ? Kb is equal to 7.5 into 10 raised to minus 4. And the equilibrium constant is, equilibrium constant Kc തന്നിട്ടുണ്ട്. Kc is equal to 1.5. The rate constant for the forward reaction, forward reaction rate constant കണ്ടുപിടിക്കണം. that is Kf കണ്ടുപിടിക്കണം. നമുക്കറിയാം Kf by Kb is equal to Kc. equilibrium constant Kc എന്ന് പറയുന്നത് rate constant for forward reaction by rate constant for backward reaction ആണ്. അങ്ങനെയാണെങ്കിൽ Kf is equal to Kc into Kb അല്ലേ? Kf is equal to Kc into Kb ആണ്. Kf is equal to Kc എത്രയാ? 1.5 into Kb 7.5 into 10 raised to minus 4 ആണ്. 15 75 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1125 എന്ന് വരും. 75 ഇൻറ്റു 15 5 5 25 35 2 37 1 5 5 1 7 5 7 5 12 11 25 എന്ന് വരും. അസ് എ റിസൾട്ട് നമുക്ക് കിട്ടും 11.25 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4. കെ സിയുടെ വാല്യൂ എത്ര വന്നു? കെ എഫിൻ്റെ വാല്യൂ എത്ര വന്നു? 11.25 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4. ഇങ്ങനൊരു ഓപ്ഷൻ നമ്മുടെ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. നോക്കിയേ, 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 അതല്ല,
5 ഇൻറ്റു 10 റേസ് ടു -4 അതല്ല, 1.12 ഇൻറ്റു 10 റേസ് ടു -3. ബാക്കി ഡിജിറ്റ് ഒന്നും നമ്മുടെ ആൻസറുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. പിന്നെ ചാൻസ് ഈ ഒരു ഫോമിലോട്ട് നമുക്ക് മാറ്റാവോ എന്ന് നോക്കാം. 11.25 ഇൻറ്റു 10 റേസ് ടു -4 ഈ പോയിന്റ് ഇങ്ങോട്ടേക്ക് ഇട്ടാൽ ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറ്റിയാൽ 1.125 ഇൻറ്റു 10 റേസ് ടു -3 എന്ന് എഴുതിക്കൂടെ. ഡെസിമൽ പോയിന്റിൽ നിന്ന് ഒരു പ്ലേസ് ലെഫ്റ്റിലോട്ട് പോയാൽ നമ്മുടെ പവർ എന്ത് ചെയ്യും? മൈനസ് ആണെങ്കിൽ ഒന്ന് കുറയും, പ്ലസ് ആണെങ്കിൽ ഒന്ന് കൂടും അല്ലേ. അപ്പോൾ ഇവിടെ -4 ആണ്. -4ൽ നിന്ന് ഒന്ന് കുറഞ്ഞു, എന്തായിട്ട് മാറി? -3 ആയിട്ട് മാറി. 1.125 ഇൻറ്റു 10 റേസ് ടു -3. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് B for the reversible reaction A reversibly gives B can be evaluated by the expression. ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്, A reversibly gives B. ഇതിൽ ബിയുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ KFും KBയും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ്, അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേഡ് റിയാക്ഷൻ്റെ റേറ്റും ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് KCയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ? KF ഡിവൈഡഡ് ബൈ KB ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് KC ഈസ് ഈക്വൽ ടു KF ഡിവൈഡഡ് ബൈ KB ആണ്. ഇനി ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് KC എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് അല്ലേ. KC ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് B ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ആണ്. രണ്ട് ഇക്വേഷനിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് KC അല്ലേ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിനെ ഇക്വേറ്റ് ചെയ്തൂടെ. റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ വരും? KF ഡിവൈഡഡ് ബൈ KB ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് B ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ബിയുടെ കോൺസെൻട്രേഷനാണ് കണ്ടുപിടിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് B ഈസ് ഈക്വൽ ടു ഈ കോൺസെൻട്രേഷൻ ഓഫ് A ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. KF കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു KF ഡിവൈഡഡ് ബൈ KB. ഈ ഫോമിൽ നമ്മുടെ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു KF ബൈ KB. KF ബൈ KB എന്താ? KC അല്ലേ. KF ബൈ KB, അതായത് ഈ ആദ്യത്തെ ഓപ്ഷൻ്റെ ഫോമിലോട്ട് പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് B ഈസ് ഈക്വൽ ടു KF ബൈ KB KC ആണ്. KC ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A. ഇങ്ങനെ രണ്ട് ഫോമിൽ നമ്മൾ എഴുതിയിട്ടേക്കുക. ആദ്യത്തെ ഓപ്ഷൻ KC ഇൻറ്റു A റേസ് ടു -1 ആണ്. KC ഇൻറ്റു A റേസ് ടു -1 അല്ല, KC ഇൻറ്റു A ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ അല്ല. അടുത്ത KF ബൈ KB A റേസ് ടു -1. KF ബൈ KB A റേസ് ടു -1 അല്ല, A ആണ്. അപ്പോൾ ഇതും അല്ല. അടുത്ത KF KB റേസ് ടു -1 A. ഇതാ നോക്കിയേ, കോൺസെൻട്രേഷൻ ഓഫ് B ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു KF ബൈ KB എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ആ KB ഡിനോമിനേറ്ററിൽ കിടക്കുകയാണ്. അതിനെ ന്യൂമറേറ്ററിൽ എഴുതിയാൽ A ഇൻറ്റു KF ഇൻറ്റു KB റേസ് ടു -1 എന്ന് വരത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം നമുക്ക് എഴുതാം അല്ലേ. ഇതാ നോക്കിയേ, കോൺസെൻട്രേഷൻ ഓഫ് B ഈസ് ഈക്വൽ ടു KF ഇൻറ്റു KF ഇൻറ്റു KB റേസ് ടു -1 KB റേസ് ടു -1 ഇൻറ്റു A. ശരിക്കും ഈ ഫോമിലല്ലേ? ഇതല്ലേ നമ്മുടെ ആൻസർ. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്ന ഫോമിലോട്ട് നമുക്ക് കിട്ടുന്ന ആൻസറിനെ കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ നോക്കിയേ, നമ്മൾ എത്ര ഫോമിലാണ് കോൺസെൻട്രേഷൻ ഓഫ് ബിക്ക് എത്ര ഇക്വേഷൻ എഴുതിയെന്ന് നോക്കിയേ. KF ബൈ KB ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് എഴുതി, KC ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് എഴുതി, A ഇൻറ്റു KF ഇൻറ്റു KB റേസ് ടു -1 എന്ന് എഴുതി. ഇതിൽ മൂന്നിൽ ഏത് ഓപ്ഷൻ വേണേലും ആവാം. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതേതാണ്? ഓപ്ഷൻ 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദിസ് റിയാക്ഷൻ Ag plus 2NH3 gives AgNH3 twice plus at 298 Kelvin. Molar concentration of Ag plus AgNH3 twice plus and NH3 is 10 raised to -1, 10 raised to -1 and 10 raised to 3. The value of Kc at 298 Kelvin for this equilibrium. ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. Ag plus
plus 2NH3 gives, reversibly gives AgNH3 twice plus. എന്തോ കണ്ടുപിടിക്കണ്ടേ? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc യുടെ വാല്യൂ ആ കണ്ടുപിടിക്കണ്ടേ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. റിയാക്റ്റൻസ് ആരൊക്കെയാ? Ag പ്ലസ് NH3 പ്ലസ് NH3 അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 2. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി കോൺസെൻട്രേഷൻ ഓഫ് AgNH3 പ്ലസ് ആരുടെയൊക്കെ തന്നേക്കുന്ന Ag പ്ലസ് AgNH3 പ്ലസ് NH3 പ്ലസ് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് 10⁻⁻1. കോൺസെൻട്രേഷൻ ഓഫ് AgNH3 ടോയ്സ് പ്ലസ് അത് 10⁻⁻1. അടുത്ത കോൺസെൻട്രേഷൻ ഓഫ് NH3 അത് 10⁻3. ഈ വാല്യൂസ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പോരെ. Kc ഈസ് ഈക്വൽ ടു AgNH3 ടോയ്സ് പ്ലസ് എത്രയാ? 10⁻⁻1 ഡിവൈഡഡ് ബൈ Ag പ്ലസ് 10⁻⁻1 ഇൻറ്റു NH3 10⁻3 ആണ്. 10⁻3 ആണ്. അതിൻ്റെ സ്ക്വയർ ഉണ്ടല്ലേ. NH3യുടെ കോൺസെൻട്രേഷൻ 10⁻3, അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10⁻6 ആണ്. അപ്പോൾ Kc ഈസ് ഈക്വൽ ടു 10⁻⁻1 ഡിവൈഡഡ് ബൈ A*m into A*n, A*m plus n -1 plus 6 that is plus 5 എന്ന് വരും. ഈ 10⁻+5 മുകളിൽ പോകുമ്പോൾ 10⁻⁻5 ആകും. അപ്പോൾ 10⁻⁻1 ഇൻറ്റു 10⁻⁻5 എന്ന് വരും. ആസ് എ റിസൾട്ട് നമ്മുടെ ആൻസർ 10⁻⁻6 എന്ന് വരും. ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ആൻസർ ഈസ് 10⁻⁻6. ഓക്കെ. നെക്സ്റ്റ്, equilibrium constant of some reactions are given as under X reversibly gives Y, K യുടെ വാല്യൂ 10⁻⁻1. P reversibly gives Q, K യുടെ വാല്യൂ 3 × 10⁻⁻4. Y reversibly gives Z, K യുടെ വാല്യൂ 2 × 10⁻². R reversibly gives K is equal to 2 × 10⁻3. Initial concentration of the reactant for each reaction was taken to be equal. ഈ തന്നിരിക്കുന്ന എല്ലാ റിയാക്ഷനിലെയും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആണ്. റിവ്യൂ ദ എബോവ് റിയാക്ഷൻ ആൻഡ് ഇൻഡിക്കേറ്റ് ദ റിയാക്ഷൻ ഇൻ വിച്ച് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്റ്റ് റെസ്പെക്റ്റീവ്ലി വെയർ ഓഫ് ദ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ. അതായത് റിയാക്റ്റൻസും പ്രോഡക്റ്റും ഹയസ്റ്റ് കോൺസെൻട്രേഷനിൽ ഇരിക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഏതാകുമ്പോഴാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്തിൽ നിൽക്കുമ്പോഴാണ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാക്സിമം ആകുന്നത്, അതേപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാകുമ്പോഴാണ് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ മാക്സിമം ആകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ റിയാക്റ്റൻറ്റ് സ്റ്റേബിൾ ആണ്. റിയാക്റ്റൻറ്റ് സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻറ്റ് കൂടുതലുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കൂടിയാൽ പ്രോഡക്റ്റ് സ്റ്റേബിൾ ആണ്, പ്രോഡക്റ്റ് കൂടുതലായിരിക്കും. ശ്രദ്ധിച്ചോണേ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കുറവ് എവിടെയാണോ അവിടെ കൂടുതൽ റിയാക്റ്റൻ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് റിയാക്റ്റൻ്റ് എവിടെയാണ് കൂടുതലെന്ന് നോക്കാം. റിയാക്റ്റൻ്റ് എവിടെയാണ് കൂടുതലെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, എവിടാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഏറ്റവും കുറവെന്ന് നോക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വാല്യൂ ഏറ്റവും കുറവ് ഏതാ? 10⁻⁻1 ആണോ? 3 × 10⁻⁴, 2 × 10⁻3, 2 × 10⁻⁴. ഇതിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വാല്യൂ ഏറ്റവും കുറവ് എവിടെയാ? 3 × 10⁻⁴ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വാല്യൂ ഏറ്റവും കുറവ് എവിടെയാണോ അവിടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാക്സിമം ആയിരിക്കും. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ മാക്സിമം ഇവിടെയാണ് അല്ലേ. ഇനി എന്താ നോക്കണ്ടേ? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതൽ. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എവിടെയാണ് കൂടുതലെന്ന് നോക്കാൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഏതാണ് കൂടുതൽ. ഇവിടെ -2, -3, -4, -1 എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ വാല്യൂ അല്ലേ.
നെഗറ്റീവ് എല്ലാത്തിൻ്റെയും പവർ. അപ്പം നെഗറ്റീവിൽ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അപ്പം ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂ ഏറ്റവും കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുക. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ ഇവിടെയല്ലേ. അപ്പം നമ്മുടെ ചോദിച്ചിരിക്കുന്നത് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റ് എന്നാണ്. എ ആൻഡ് സി എന്ന് എഴുതരുത്. ആദ്യം റിയാക്റ്റൻറ്റിൻ്റെ എഴുതുക, പിന്നെ പ്രോഡക്റ്റിൻ്റെ എഴുതുക. അപ്പോൾ സി ആൻഡ് എ ആണ്. ഡി സി, സി എ, എ ഡി, ബി സി ഏതാ? സി ആൻഡ് എ ആണ്. ഓക്കെ. അടുത്തത്, അറ്റ് 1000 Kelvin the value of Kp for the reaction A plus 2B reversibly gives 3C plus D is 0.05 atmosphere. The value of Kc in terms of R would be. ഒരു റിയാക്ഷൻ ആണ്. A plus 2B reversibly gives 3C plus D. The value of Kp for the reaction. Kpയുടെ വാല്യൂ തന്നിട്ടുണ്ട്. Kp is equal to 0.05 atm ആണ്. എന്തോ കണ്ടുപിടിക്കണ്ടേ? Kcയുടെ വാല്യൂ കണ്ടുപിടിക്കണം. R അതുപോലെ ഇട്ടാതെ ആറിൻ്റെ വാല്യൂ കൊടുക്കേണ്ടതാണ്. അപ്പോൾ Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ എന്താ? Kp is equal to Kc into RT raised to delta n. അങ്ങനെയാണെങ്കിൽ Kc is equal to Kp divided by RT raised to delta n അല്ലേ? Kpയുടെ വാല്യൂ തന്നിട്ടുണ്ട്. R ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ട് 1000 Kelvin ആണെന്ന്. ഇനി എന്താണ് ഡെൽറ്റ എൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻറ്റ്. സം ഓഫ് ദ ആണ് ഗേഷ്യസ് റിയാക്റ്റൻ്റ് ആണ്. പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്ര? 3 1 4 മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ എത്ര? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 4 - 3 ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ എത്ര വന്നു? 1 എന്ന് വന്നു. ഡയറക്റ്റ് അങ്ങോട്ട് കൊടുത്തൂടെ? Kc is equal to Kp 0.05 ഡിവൈഡഡ് ബൈ R ഇൻറ്റു RT. R ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാ? 1000 റേസ് ടു ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ Kc is equal to 1000 എന്ന് പറയുമ്പോൾ 10⁻³ ആണ്. 10⁻³ മുകളിൽ പോകുമ്പോൾ 10⁻³ ആകും. 0.05 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ R. ഇങ്ങനെ ഈ ഒരു ഫോമിൽ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഡിവൈഡഡ് ബൈ വരുന്ന ഒരു ഫോമും ഇല്ല. ദാറ്റ് മീൻസ് R ഡിനോമിനേറ്ററിലില്ല, ന്യൂമറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തോണം. അപ്പോൾ Kc is equal to 0.05 ഇൻറ്റു 10⁻³ R raised to -1. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ആറാണ് R raised to -1 വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇനി നോക്കുക, 0.05 ഇൻറ്റു 10⁻³ ആണോ? അല്ലല്ലോ. 5 ഇൻറ്റു 10⁻5 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 0.05 ഇൻറ്റു 10⁻³ ഇവിടെ നിന്ന് 2 പ്ലേസ് അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതിന് അവിടെ ഒരു 2 ആഡ് ചെയ്താൽ പോരെ? അപ്പോൾ 5 ഇൻറ്റു 10⁻5 R raised to -1. ഇതാണ് ആരുടെ വാല്യൂ? Kcയുടെ വാല്യൂ. Kc is equal to 5 ഇൻറ്റു 10⁻5 R raised to -1. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഫോർ ദ റിയാക്ഷൻ carbon plus carbon dioxide gives carbon monoxide. The partial pressure of carbon monoxide and carbon dioxide are 2 and 4 atmosphere respectively. Kp for the reaction. Kp is equal to Kc ആണെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. Kp is equal to Pc raised to C into Pd raised to D divided by Pa raised to A into Pb raised to B. ഇതല്ലേ ഇക്വേഷൻ? അങ്ങനെയാണെങ്കിൽ Kp is equal to ഇവിടുത്തെ പ്രോഡക്റ്റ് ആരാ? CO ആണ്. അപ്പം പ്രഷർ ഓഫ് CO സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 2 ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് എ സോളിഡ് ആണ് വേണ്ട. കാർബൺ ഡൈ ഓക്സൈഡ് പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 1 ആണ്. പ്രഷർ ഓഫ് CO എത്രയാണ് പറഞ്ഞേക്കുന്നത്? CO ആൻഡ് CO2 CO2 ആണ്. ദാറ്റ് ഈസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് CO2 4 ആണ്. ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 4 എത്ര വന്നു? 1 എന്ന് വന്നു. അപ്പം എന്താ Kp ഫോർ ദ റിയാക്ഷൻ എത്രയാണ്? 1 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 4ാമത്തെ ഓപ്ഷനാണ്. ഓക്കെ. നെക്സ്റ്റ്, ഫോർ വിച്ച് റിയാക്ഷൻ ഈസ് Kp is equal to Kc? Kpയുടെ വാല്യൂവും Kcയുടെ വാല്യൂവും സെയിം ആകുന്നത് എപ്പോഴാണ്? നമ്മൾ പറഞ്ഞു
ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ കെ പി ഈസ് ഈക്വൽ ടു കെ സി. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ കെ പി ഗ്രേറ്റർ ദാൻ കെ സി. ഡെൽറ്റ എൻ നെഗറ്റീവ് ആണെങ്കിൽ കെ പി ലെസ് ദാൻ കെ സി. അല്ലേ, ഇവിടെ കെ പിയുടെയും കെ സിയുടെയും വാല്യൂ ഈക്വൽ ആവുന്നത് എപ്പോഴാണെന്ന്? ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ്. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ എണ്ണവും റിയാക്റ്റൻറ്റിൻ്റെ എണ്ണവും തുല്യമായിരിക്കണം. ഇവിടെ നോക്കിയേ, 2 + 1 3 പ്രോഡക്റ്റ്. ഇവിടെ 2 ഈക്വൽ ആണോ? അല്ല. 3 - 2 1 എന്നല്ലേ വരുന്നത്? ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 അല്ലല്ലോ. അടുത്ത ഇവിടുത്തെ പ്രോഡക്റ്റ് 2, ഇവിടെ 3 1 4. പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണോ? അല്ല. അടുത്ത ഇവിടെ 2 HCl, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. പ്രോഡക്റ്റ് 2 മോൾസ്, റിയാക്റ്റൻസ് 2 മോൾസ്. നമ്പർ ഓഫ് റിയാക്റ്റൻസും നമ്പർ ഓഫ് പ്രോഡക്റ്റും സെയിം ആണ്. ആസ് എ റിസൾട്ട് ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണ്. ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ കെ പി ഈസ് ഈക്വൽ ടു കെ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ റിയാക്ഷൻ CuSO4 5H2O gives solid gives CuSO4 3H2O solid plus 2H2O gas. Which one is the correct representation? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ? നോക്കിയേ, കെ പിയുടെ വാല്യൂ അല്ലേ, കെ പിയുടെയും കെ സിയുടെയും വാല്യൂ. ആദ്യത്തെ കേസിൽ കെ പിയുടെ വാല്യൂ പറയുന്നു, കെ പി അതായത് പ്രഷർ നമ്മൾ പറയുന്നത് ഗ്യാസിൻ്റെ കേസിലാണ്. ഇവിടെ ഇത് സോളിഡാണ്, ഇത് സോളിഡാണ്, എടുക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് ആര് മാത്രമാണ്? വാട്ടർ മാത്രമാണ്. അപ്പോൾ പ്രഷർ ഓഫ് വാട്ടർ അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ PH2O². ഇവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? PH2O² അല്ലെങ്കിൽ P²H2O. Kp = P²H2O. കറക്റ്റ് അല്ലേ? കറപ്പിക്കല്ലേ, ആദ്യമേ കാണുമ്പോഴേ കറപ്പിക്കല്ലേ. ദാ ലാസ്റ്റ് ഒരെണ്ണം കിടപ്പുണ്ട്, ഓൾ അല്ലെങ്കിൽ ഓൾ ദ എബോ അല്ലെങ്കിൽ നൺ ഓഫ് ദീസ്, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ കറപ്പിക്കരുത്. നമുക്ക് ആദ്യത്തെ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ ബബിൾ ചെയ്യാൻ പോകരുത്, ഓപ്ഷനിലോട്ട് നോക്കണം. ഇനി രണ്ടാമത്തെ കേസ് നോക്കേ, കെ സി ആണ്. കെ സി ഈസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി ആണ്. മൊത്തവും ഗേഷ്യസ് മീഡിയത്തിലല്ല, അതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേഷൻ വെച്ച് ഇതിനെ പറയാം. കോൺസെൻട്രേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഗ്യാസ് ഒരെണ്ണം വാട്ടർ മാത്രമേ ഉള്ളൂ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളത്, H2O². ഇതും കറക്റ്റ് അല്ലേ? മൊത്തം റിയാക്ഷനും ഗ്യാസ്, നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് വാട്ടറിനെ മാത്രം എടുത്തിട്ട് പ്രഷറിൻ്റെ കേസിൽ പറയാം, വാട്ടറിനെ മാത്രം എടുത്തിട്ട് ലിക്വിഡിൻ്റെ കേസിൽ പറയാം. ലിക്വിഡിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് കോൺസെൻട്രേഷൻ വരും. അപ്പോൾ ഇതും ശരിയായിട്ടുള്ള ഓപ്ഷൻ അല്ലേ? ആണ്. അടുത്ത കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു RT⁻Δn എന്നാണ്. ഡെൽറ്റ എൻ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് മൈനസ് റിയാക്റ്റൻറ്റ്. ഇവിടെ ഗേഷ്യസ് പ്രോഡക്റ്റ് ഒരെണ്ണേ ഉള്ളൂ, അതാരാ? വാട്ടറാണ്. അത് എത്രയാ? 2 ആണ്. അപ്പോൾ 2 - 0 2 ആണ്. സോ ഇറ്റ് ബിക്കം കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു RT² എന്ന് വരും. അപ്പോൾ ഇതും കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 1 2 3 ഓപ്ഷൻസ് കറക്റ്റാണ്. നമുക്ക് എഴുതാം ഓൾ ദ എബോ. അല്ല, ഒന്നാമത്തെ ആൻസർ കിട്ടുമ്പോഴേ ഉടനെ ബബിൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. മൊത്തം ഓപ്ഷൻസ് നോക്കണം, സാവധാനത ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആദ്യം കാണുന്നത് എഴുതി വെക്കും, ഫുൾ നെഗറ്റീവ് കയറും, എക്സാം ഹാളിൽ നിന്ന് സന്തോഷത്തോടു കൂടി ഇറങ്ങും. വീട്ടിൽ വരുമ്പോൾ റിസൾട്ട് നോക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ പിന്നെ സമയം എടുത്ത് നോക്കുന്ന സമയത്താണ് തെറ്റിച്ചു എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ അറിയാവുന്നതായിരിക്കും, പക്ഷേ ചെറിയ അശ്രദ്ധ കാരണമാണ് നമ്മുടെ മാർക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് മതി ഇന്ന്. ബാക്കി ക്വസ്റ്റ്യൻസും ബാക്കി ടോപ്പിക്കും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.